ഇതിൻ്റെ ബേസിക് കഥ ആയപ്പോൾ ആദ്യം മമ്മൂക്കയോട് പറഞ്ഞിട്ട് ഞാനത് ചെയ്തോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച സമയത്ത് നീ ചെയ്തോടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. സത്യസന്ധമാണെന്ന് പറഞ്ഞാൽ ആസിക്കയുടെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്തും എനിക്കങ്ങനെ ഒരു മോശം അവസ്ഥയെ പറ്റിയിട്ട് ഞാനങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും ഞാനങ്ങനെ അവർക്കൊരു സമയത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ കഴിവില്ലാത്തതുകൊണ്ടോ ഇതുകൊണ്ടല്ല. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഒരു തരത്തിലും എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നില്ല. അതേപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുന്ന തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റുന്ന നായകനെ പറ്റിയിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ മിനിഞ്ഞാന്നാണ് ഈ സിനിമയുടെ ഔട്ട് കൊടുക്കുന്നത്. ഈ സിനിമയിൽ കുറച്ചധികം CG ഉണ്ട്. ഈ സിനിമയിൽ കുറച്ചധികം നല്ല മ്യൂസിക്കൽ വർക്കുകൾ മുജീബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിന് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കാൻ പോയിട്ട് എനിക്ക് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം, സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ശരിക്കൊന്ന് ഉറങ്ങുന്നത്. അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു ഈ ഒരു കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, എൻ്റെ അടുത്ത് രാമു പറഞ്ഞ ആദ്യത്തെ ഐഡിയയിൽ തന്നെ ഞങ്ങൾക്ക് രാമു ശരിക്കും സിനിമ ഈ കാതോട് എന്നുള്ള പറഞ്ഞ സിനിമയെ പറ്റിയില്ല ആദ്യം പറഞ്ഞത്. ഒരു ഇത്തരത്തിലൊരു ഒരു ആർട്ടിസ്റ്റ് മരിക്കുന്നതും പരിപാടിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്ന സമയത്ത് ഏത് സിനിമ വേണമെന്ന് ഞങ്ങൾ ആദ്യം കഥ പറഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അന്ന് ആ പാട്ട് പണ്ടത്തെ ഒരു ഏറ്റവും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പാട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആയത് ഈ പാട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇതിലേക്കും. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ഭരൺ സാറും കമൽ സാറും ജോൺ പോൾ സാറും ഒക്കെ. 2021 ഞാൻ ജോൺ പോൾ സാറത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ മമ്മൂക്കയോട് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് പോകുന്നത് ജോൺ പോൾ സാറത്താണ്. ജോൺ പോൾ സാർ കോട്ടയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ കഥ സാറടുത്ത് പറയുകയും സാർ അവിടുത്തെ കുറേ ഇൻസിഡൻസ് പറയുകയും കുറേ രസമുള്ള എപ്പിസോഡ്സുകൾ പറയുകയും സംഭവമൊക്കെ ചെയ്തു. പക്ഷേ സിനിമ വീണ്ടും വൈകിപ്പോയ സമയത്ത് ജോൺ പോൾ സാർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മരിച്ചുപോയി. അതിനുശേഷം ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോൺ പോൾ സാറായിരുന്നു. നിങ്ങൾക്കറിയാം, സിനിമ കണ്ടവർക്കറിയാം. ഒരു പോയിന്റിൽ ജോൺ പോൾ സാർ വേറൊരു രീതിയിലായിരുന്നു ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഞങ്ങൾ കംപ്ലീറ്റ് സ്റ്റക്കായി. നമസ്കാരം. നമ്മുടെ കൂടെയുള്ള രേഖാചിത്രത്തിൻ്റെ ഡയറക്ടർ ജോഫിനാണ്. നമസ്കാരം ആൻഡ് കൺഗ്രാജുലേഷൻസ് ഓൺ ദിസ്. റിലീസായി രേഖാചിത്രം. ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. അതിനും ഒരുപാട് മുന്നേയുള്ള സ്വപ്നമാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ റിലീസിൻ്റെ സമയത്ത്? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കുറച്ച് കാലമായിട്ടുള്ള അധ്വാനമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്ത് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അങ്ങനെ അടുത്ത സമയം ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രീസ്റ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ സംഭവിച്ചു വരാൻ അതിന് കുറച്ച് സമയം എടുക്കും. അങ്ങനെ എടുക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് തിയേറ്ററിലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കുറേ റെസ്പോൺസ് ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന്, വളരെ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പേര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഇപ്പോൾ റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ എൻ്റെ പ്രൊമോഷൻ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് പ്രൊമോഷൻ പരിപാടീസിൽ ആദ്യം സംസാരിക്കാനൊക്കെ ഭയങ്കര താല്പര്യക്കുറവുള്ളതും എനിക്ക് സംസാരിക്കാൻ മടിയുള്ളതായിട്ടൊരാളാണ്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതിലും വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സിനിമ ഒരു ഭയങ്കര സീറ്റഡ് ത്രില്ലറല്ല. ഒരു വൺ സീറ്റഡ് ത്രില്ലർ എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവില്ല. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് സിനിമ വർക്കാവില്ല. ഈ സിനിമയ്ക്കൊരു കഥ പറച്ചിൽ രീതിയുണ്ട്. ഒരു കഥപ്പടമാണ്. കുറച്ചും കൂടി അങ്ങനെ കഥ പറഞ്ഞു പോകേണ്ട ഒരു സിനിമയാണ്. ഒരു ഇമോഷണലി ടച്ച് ചെയ്യേണ്ട പോലത്തെ സമയമെടുത്ത് ആൾക്കാരിലേക്ക് ഇതാവേണ്ട ഒരു സിനിമയാണ്. അപ്പം അതിനെ അങ്ങനെ തന്നെ ആൾക്കാർ കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായതിൽ ഭയങ്കര സന്തോഷം. അതിനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ളത്. ഈ സിനിമ ആദ്യം കഥ പറയുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഉള്ളത് ഇതൊരു കുറച്ച് ബഡ്ജറ്റ് വൈസ് കുറച്ച് വലിയ സിനിമയാണ്. അതേസമയത്ത് ഈ പറഞ്ഞ പോലെ ഈ വൻ ത്രില്ലിങ് എപ്പിസോഡുകളോ ട്വിസ്റ്റുകളോ ഒന്നും എനിക്കതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രസം പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് ആൾക്കാരിലേക്ക് ഡയറക്റ്റ് കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ സിനിമ ഇറക്കാനെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ആൾക്കാർ കണ്ടുവന്നു. അത് കഴിഞ്ഞ് ആൾക്കാർക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആ സിനിമ വർക്കാവുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇത് രണ്ട് കാലഘട്ടത്തെ പാരലായിട്ട് കൊണ്ടുപോവുകയാണല്ലോ. ഒരേ സമയം പ്രസൻറ്റിൽ നടക്കുന്ന ഇൻസിഡൻറ്റും അതേസമയം മുൻപ് നടന്നുപോയ ഒരു കഥയുടെ പാരലലി വേറൊരു വശം കൂടെയാണ് വരുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവരുന്നത് ഈ ഒരു സമ്മേളനം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇത് കുറച്ച് പണിയുള്ള സ്ക്രിപ്റ്റിൽ കുറച്ച് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും
ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പണി. കാരണം നമ്മൾ പറയുന്ന ഒരു 40 വർഷം മുമ്പുള്ള ഒരു അന്വേഷണമാണ്. അത് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അന്ന് FIR പോലും, ഞാനിപ്പോൾ തന്നെ നോക്കുന്ന സമയത്ത് പല സ്റ്റേഷനിലുള്ള FIR പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തെ നമുക്കത് ആൾക്കാർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കുറച്ച് പണിയാണ്. അതിന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടുള്ള ജോൺ മന്ദയ്ക്കും അതിൻ്റെ കഥ എഴുതിയിട്ടുള്ള രാമു സുനിലൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അവരുടെ ഐഡിയാസിലാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ട്രെയിലർ വന്നപ്പോൾ മുതലേ തന്നെ ആളുകൾ മമ്മൂട്ടിയുടെ ഒരു ഇത് സാന്നിധ്യം ഉണ്ടാവും എന്നുള്ള ചർച്ചകൾ വന്നിരുന്നു. റിലീസിന് തലേ ദിവസം ആസിഫ് അലിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സസ്പെൻസ് അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു എലമെൻറ്റ്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ചിത്രത്തെ നന്നായിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്ന കൂടെയുണ്ട്. അത് പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്തുകൂടെ വരുന്ന ഒരു സ്നേഹമാണോ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. അതിൽ ഞാൻ എവിടെയും പറയാത്തൊരു സംഭവമുണ്ട്. അതായത് 90s, ഞാനൊക്കെ 90s ജനിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു VCR വാങ്ങി. ആ VCR വാങ്ങിയ സമയത്ത് മമ്മൂക്കയുടെ സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കാസറ്റും വേറൊരു ഹിന്ദി പടത്തിൻ്റെ ഒരു കാസറ്റുമാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഫ്രീ ആയിട്ട് അതിൻ്റെ ഒപ്പം തന്നതാണ്. അന്ന് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സൈന്യം എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സൈന്യം ഇതിലിട്ട് കാണുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ. അന്ന് വീട്ടിൽ എൻ്റെ ഭാഗത്ത് നിന്ന് അധികം ഈ കേബിൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 6th or 7th പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലെ കേബിൾ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ VCRും ദൂരദർശനമാണല്ലോ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സൈന്യം എപ്പോഴും ഇട്ട് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ അങ്ങനെ മമ്മൂക്കയോട് താല്പര്യം തോന്നിയ ഒരാളാണ് ഞാൻ. ഇതിൽ ഒരു കഥ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിലൊരു റാൻഡമായിട്ട് മെസ്സേജ് അയക്കുകയും അതിന് റിപ്ലൈ കിട്ടും, അങ്ങനെയാണ് മമ്മൂട്ടിയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് എത്തുന്നത്, കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനെ തന്നെയാണോ പ്രീസ്റ്റിലേക്ക് എത്തുന്നത്? അത് ആക്ച്വലി ഞാൻ അന്ന് മെസ്സേജ് അയച്ചത് അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അഖിൽ പോൾ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ സംവിധായകൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള അഖിൽ പോളിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അന്ന് കേൾക്കുകയും പിന്നെ ആ സിനിമ പക്ഷേ സംഭവിച്ചില്ല. ആ സിനിമ സംഭവിച്ചില്ല. പക്ഷെ നല്ല സബ്ജക്റ്റായിരുന്നു അത് വലിയ അന്ന് നമ്മൾ മലയാള സിനിമയൊക്കെ 10-12 കോടി രൂപയ്ക്ക് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് 40-50 കോടി രൂപയുടെ സിനിമയായിരുന്നു 2014 അതുകൊണ്ടാണ് അന്ന് സിനിമ സംഭവിക്കാതെ പോയത്. അന്ന് അവൻ പുതിയ സംവിധായകനായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് പ്രീസ്റ്റ് എൻ്റർലി വ്യത്യാസമായിട്ട് ഞാൻ ആൻഡ്രോ ചേട്ടൻ വഴി തന്നെ ആണ് ആൻഡ്രോ ചേട്ടനോട് കഥ പറഞ്ഞ് ആൻഡ്രോ ചേട്ടൻ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് മമ്മൂക്കയിലേക്ക്. രേഖാചിത്രം എപ്പോഴെങ്കിലും മമ്മൂക്ക കേൾക്കാൻ പിന്നെ ഉറപ്പായിട്ടും മമ്മൂക്കയുടെ അടുത്ത്, അതായത് ഈ രേഖാചിത്രത്തിൻ്റെ ഈ സിനിമയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരുപാട് പേര് സമ്മതം വേണം. ഒരു സമ്മതം ഇല്ലാതെ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിക് കഥ ആയപ്പോൾ ആദ്യം മമ്മൂക്കയോട് പറഞ്ഞിട്ട് ഞാനത് ചെയ്തോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ച സമയത്ത് നീ ചെയ്തോടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ഇതിൽ വീണ്ടും ഭരതൻ സാറിനെയും കമൽ സാറിൻ്റെ പഴയ കാലഘട്ടം, ജോൺ പോൾ സാറിനെ എല്ലാം നമ്മൾ വീണ്ടും തിയേറ്ററിൽ ആളുകളെ കാണുകയാണ്. അതൊരു പ്രത്യേക ഇമോഷൻ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം ഇന്ന കഥാപാത്രങ്ങൾ ഇവിടെ വേണം, അല്ലെങ്കിൽ ഈ ഒരു കഥ തന്നെ പറഞ്ഞു പോകണം എന്ന് തീരുമാനിച്ചാണ്. അല്ല, ആദ്യത്തെ എൻ്റെ അടുത്ത് രാമു പറഞ്ഞ ആദ്യത്തെ ഐഡിയയിൽ തന്നെ ഞങ്ങൾക്ക് രാമു ശരിക്കും സിനിമ ഈ കാതോട് കാതോട് എന്നുള്ള പറഞ്ഞ സിനിമയെ പറ്റിയല്ല ആദ്യം പറഞ്ഞത്. ഒരു ഇത്തരത്തിലൊരു ഒരു ആർട്ടിസ്റ്റ് മരിക്കുന്നതും പരിപാടിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്ന സമയത്ത് ഏത് സിനിമ വേണമെന്ന് ഞങ്ങൾ ആദ്യം കഥ പറഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അന്ന് ആ പാട്ട് പണ്ടത്തെ ഒരു ഏറ്റവും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പാട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആയത് ഈ പാട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇതിലേക്കും. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ഭരതൻ സാറും കമൽ സാറും ജോൺ പോൾ സാറും ഒക്കെ. ഈ ഇതിൽ ഒരുപാട് സിനിമകളുടെ ബാക്ക് സ്റ്റോറീസ് വന്നു പോകുന്നുണ്ട്, പല കഥകളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, പല കഥകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കണ്ടെത്തി അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണല്ലോ. ഇത് വലിയൊരു യാത്രയാണ്. ഒരുപാട് സിനിമകളിൽ പലരുമായിട്ട് കഥകൾ പറഞ്ഞു കാണും, കേട്ട് കാണും. ഇതെങ്ങനെയാണ് ഇത്രയധികം കഥകളിലേക്ക് എത്താൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഈ ജോൺ പോൾ സാറിൻ്റെയൊക്കെ കഥകളുടെ ഒരു ആഖ്യാനം സിനിമയിൽ ഒരു ഭാഗത്ത് വരുന്ന പോലുണ്ട്. ഇത്രയും ഒന്നിച്ച് കിട്ടുന്നത് എങ്ങനെയാണ്? അതൊരു ലെക്കല്ലേ? അത് ലെക്കല്ല. ആക്ച്വലി ഈ പറയുന്ന ജോൺ പോൾ സാറ് ഞാൻ വെസ്റ്റ് ഫോർഡിൽ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് ജോൺ പോൾ സാറ് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജോൺ പോൾ സാറും ഞാൻ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 2018 ഈ കഥ പറഞ്ഞ ശേഷം 2018 കഥയുടെ ബേസിക് ഐഡിയ വരുന്നത്. അതിനുശേഷം 2021 തോന്നുന്നു എനിക്ക് സാറാഴ്ച മെസ്സേജ് എൻ്റെ കിടക്കുന്നുണ്ട്. 2021 ഞാൻ ജോൺ പോൾ സാറത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ മമ്മൂക്കയോട് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് പോകുന്നത് ജോൺ പോൾ സാറത്താണ്. ജോൺ പോൾ സാർ കോട്ടയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞങ്ങൾ
ഈ കഥ സാറടുത്ത് പറയുകയും സാർ അവിടുത്തെ കുറേ ഇൻസിഡൻസ് പറയുകയും കുറേ രസമുള്ള എപ്പിസോഡ്സുകൾ പറയുകയും സംഭവമൊക്കെ ചെയ്തു. പക്ഷേ സിനിമ വീണ്ടും വൈകിപ്പോയ സമയത്ത് ജോൺ പോൾ സാർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മരിച്ചുപോയി. അതിനുശേഷം ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോൺ പോൾ സാറായിരുന്നു. നിങ്ങൾക്കറിയാം, സിനിമ കണ്ടവർക്കറിയാം. ഒരു പോയിന്റിൽ ജോൺ പോൾ സാർ വേറൊരു രീതിയിലായിരുന്നു ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഞങ്ങൾ കംപ്ലീറ്റ് സ്റ്റക്കായി. ജോൺ പോൾ സാർ മരിച്ചു പോയ സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്നിടത്തുനിന്ന് പെട്ടെന്ന് അടുത്ത ഐഡിയ തോന്നിയതാണ് ഇപ്പോൾ ജോൺ പോൾ സാറിൻ്റെ പ്രസൻസ് വന്നിട്ടുള്ള ഇപ്പോഴുള്ള സീൻ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഈ 2024 ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ് യാത്രയാണല്ലോ. 4 സ്റ്റോറീസ് വരുന്നു, 4 ഗെറ്റപ്പിൽ വരുന്നു, അതെല്ലാം റീച്ച് ആവുന്നു. ആളുകളുടെ ഇടയിൽ ആസിഫ് അലിയുടെ ഇമേജിന് വലിയ രീതിയിൽ അതിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2025 വരുമ്പോൾ ആദ്യത്തെ സിനിമയായിട്ട് രേഖാചിത്രം കൂടെ വരികയാണ്. ഇതൊരു പ്രഷർ തന്നിട്ടുണ്ടോ? ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേഖാചിത്രം ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ആസിക്കയുടെ തലവൻ പോലും ഇറങ്ങിയിട്ടില്ല. ആസിക്കയുടെ തലവൻ രേഖാചിത്രത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയത്. ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അഡിയോസ് ഇറങ്ങിയത്, അതിനുശേഷം ലെവൽ ക്രോസ് ഇറങ്ങിയത്, അതിനുശേഷമാണ് കിഷ്കിന്താണ്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ സത്യസന്ധമാണ് പറഞ്ഞാൽ ആസിക്കയുടെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ മോശം അവസ്ഥ എന്ന് പറയുന്ന സമയത്തും എനിക്കങ്ങനെ ഒരു മോശം അവസ്ഥയെ പറ്റിയിട്ട് ഞാനങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും ഞാനങ്ങനെ അവർക്കൊരു സമയത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ കഴിവില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ടല്ല. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഒരു തരത്തിലും എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നില്ല. അതേപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുന്ന തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റുന്ന നായകനെ പറ്റിയിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾ കയറും എന്ന് പറയുന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ. ആസിഫ് അലിക്ക് ഈ ഹിറ്റുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതേ ബഡ്ജറ്റിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു രേഖാചിത്രത്തിൻ്റെ ഷൂട്ടിൻ്റെ 25-ാം ദിവസം എന്താണ് തലവൻ ഇറങ്ങുന്നത്. അപ്പോൾ അതെന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അനശ്വര രാജൻ്റെയും ഒരു സക്സസ്ഫുൾ ജേണി ആണ്. ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അനശ്വരയുടെ ശബ്ദത്തിലാണ്. സാധാരണ എപ്പോഴും നമ്മൾ ലൈക്ക് ആൽക്കഹോൾ ഇസ് ഇൻജുറിയസ് ടു ഹെൽത്ത് പലപ്പോഴും നായകൻ്റെ ശബ്ദത്തിലാണ് കേൾക്കാറുള്ളത്. ചുരുക്കം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളിലാണ് നായിക വരാറുള്ളത്. അനശ്വരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അനശ്വരയിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട് ചിത്രം. അതിൻ്റെ ഒരു കഥയുടെ സ്വഭാവവും എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ആ പേര് വന്നു എന്നും എല്ലാവർക്കും സിനിമ കണ്ടവർക്ക് സിനിമ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ ശരി. ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അതിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് പലപ്പോഴും മാർക്കറ്റിംഗ് രീതിയിലേക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. മറ്റൊരു വശത്ത് എപ്പോഴും ഇതൊരു ബിസിനസ്സാണ്, ആ രീതിയിൽ തന്നെ പോകണം എന്ന് പറയാറുണ്ട്. ബീങ് എ ഫിലിം മേക്കർ ആൻഡ് എക്സ് മാർക്കറ്റിംഗ് ഇല്ല, ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതും എനിക്ക് ചെയ്യാൻ അറിയുന്നതുമായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഞാൻ മിനിഞ്ഞാന്നാണ് ഈ സിനിമയുടെ ഔട്ട് കൊടുക്കുന്നത്. ഈ സിനിമയിൽ കുറച്ചധികം CG ഉണ്ട്. ഈ സിനിമയിൽ കുറച്ചധികം നല്ല മ്യൂസിക്കൽ വർക്കുകൾ മുജീബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിന് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കാൻ പോയിട്ട് എനിക്ക് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം, സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ശരിക്കൊന്ന് ഉറങ്ങുന്നത്. അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു ഈ ഒരു കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇതിന് ടെക്നിക്കൽ സൈഡിലേക്കാണെങ്കിലും ഒരുപാട് നല്ല രീതിയിൽ പണിയെടുത്തത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എഡിറ്റിങ്ങിൽ അതൊന്നും തോന്നുകയില്ല. ആ രീതിയിലേക്ക് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടെ ആയിട്ട് രേഖാചിത്രം മാറുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നത് മുന്നേ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അപ്പുച്ചേട്ടൻ ഇതിലേക്ക് വരുന്നതെന്ന് തുടങ്ങിയിട്ട് എല്ലാം വളരെ ചൂസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്നിക്കൽ ടീം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് തന്നിട്ടുള്ളൊരു എനർജി എന്താണ്? അല്ല, ഇതിലിപ്പോൾ എനിക്ക് ഇതിൽ മുജീബിനെയും അപ്പുവും എനിക്ക് പുതിയ ആൾക്കാരാണ്. രണ്ടുപേരും ഈ സിനിമയിൽ വന്നതാണ്. പക്ഷേ ഷമീർ മുഹമ്മദ് ആവട്ടെ, JD ആവട്ടെ, എൻ്റെ ഒപ്പം അസോസിയേറ്റ്സ് ആയി നിൽക്കുന്ന ബേബി പണിക്കർ, പ്രേംനാഥ്, എല്ലാവരും എൻ്റെ ഒപ്പം പ്രീ ഷൂട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എനിക്ക് സിനിമയ്ക്ക് പ്രീ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഈ അപ്പുവും മുജീബൊക്കെ ഏകദേശം ഞങ്ങളുടെ സെയിം ഏജാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല. നമുക്കങ്ങനെ വർക്ക് ചെയ്യാൻ അങ്ങനെ വേറെ ഈഗോസും പരിപാടീസും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കിട്ടുന്ന അങ്ങനെ ഒന്നൊരു പ്രശ്നം ഇതിലില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ഈ സിനിമയിൽ ഇതിലേറ്റവും ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടവർക്കറിയാം, ഒരു 90 ലൊക്കേഷനുള്ള ഒരു വലിയ സിനിമയാണത്. അത്രയും പല സ്ഥലങ്ങളിൽ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻസിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബഡ്ജറ്റിലേക്ക് സിനിമ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ 90 ലൊക്കേഷനുള്ള സിനിമ നമ്മൾ 60 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. അപ്പോൾ പക്ഷേ ഈ പറയുന്ന ക്യാമറമാൻ ഉൾപ്പെടെ എല്ലാവരും, ഈ അസോസിയേറ്റ്സും അസിസ്റ്റൻസും നമ്മുടെ ആർട്ടിസ്റ്റുകളും എല്ലാവരും, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളേക്കാൾ കൂടുതൽ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ക്യാമറമാൻ്റെ ടീംസും ഒക്കെ യൂണിറ്റ്
അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ക്രൂസ് ഉണ്ടല്ലോ, അവർ രാത്രി 2 മണി വരെ ഷൂട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വന്ന ഒരുപാട് ദിവസങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരും കൂടെ ഒപ്പം അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നിന്നുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റിയതും. അറിയാലോ, ഈ സിനിമയ്ക്ക് ഈ പറയുന്ന വൻ കൊമേഴ്ഷ്യൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പരിപാടി സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അപ്പോൾ എനിക്കത് നിർബന്ധം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് അങ്ങനെ കയറിപ്പോകാൻ പാടില്ല എന്നെനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ ഷൂട്ട് ചെയ്യേണ്ട എപ്പിസോഡ്സ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനെ ഭയങ്കര ഒരു പ്രീ പ്രൊഡക്ഷൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ബഡ്ജറ്റിൽ ഈ സിനിമ ഒതുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം ഒന്നിച്ച് ആസിഫ് അലിയും അനശ്വരയും എല്ലാവരും ചേർന്നിരുന്നിട്ടാണ് സിനിമ കാണുന്നത് തിയേറ്ററിലൊരു വലിയ കൂട്ടത്തിൻ്റെ കൂടെ. അത് തന്നിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എന്താ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ പറയുന്ന വേറൊരു ഫീലാണല്ലോ ഇതൊരു. ഞാൻ കുറേ വട്ടം കണ്ട സിനിമ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് കാണുന്ന സമയത്ത് എനിക്കങ്ങനെ ഇപ്പോൾ എനിക്ക് പ്രീസ്റ്റാണ്. പിന്നെ എൻ്റെ 2 സിനിമകളും എനിക്കങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഈ സീൻ വർക്കാവുന്നുണ്ടോ, ആ സീൻ വർക്കാവുന്നുണ്ടോ, ആ സീനിൽ ആ പ്രശ്നം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ പ്രശ്നം തോന്നുന്നുണ്ടോ, ഇത്തരം സാധനങ്ങൾ നമ്മൾ വർക്കാവുമെന്ന് വിചാരിച്ച് ശരി വർക്കാവുന്നുണ്ടോ, വർക്കാവില്ലെന്ന് വിചാരിച്ച് ഇത്തരം സാധനങ്ങളുണ്ടല്ലോ, ഈ ചിന്തകളാണ്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് നേരം കഴിഞ്ഞാൽ മറ്റേ സീൻ വരും, അപ്പോൾ അത് ഓക്കെ ആയിരിക്കുമോ, അവിടെ ലാഗ് അടിക്കും, ഇത്തരം പ്രീ ജഡ്ജ്മെൻ്റായിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും കിട്ടിയിട്ടില്ല. എനിക്കത് ഇനി ഒന്ന് സമാധാനത്തോടെ ആദ്യം എനിക്കൊന്ന് ഒന്ന് വീട്ടിൽ പോകണം, കുറച്ച് ഉറങ്ങണം. ഇതിൽ സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുന്നേ കഴിഞ്ഞു പോയ ആളുകൾ കണ്ടു പരിചയിച്ച വീണ്ടും വീണ്ടും കാണുന്ന ഒരു സെറ്റിനെ റീക്രിയേറ്റ് ചെയ്യുക കൂടിയാണ്. അവിടെ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ കോസ്റ്റ്യൂമുകളിലടക്കം ഈ ഒരു മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിൽ റീക്രിയേറ്റ് ചെയ്യാനെടുത്ത ഒരു എഫേർട്ടില്ലേ? അത് ഈ പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ പഴയ പള്ളി റീക്രിയേറ്റ് ചെയ്യുക, അത് CG സപ്പോർട്ടോടെ ചെയ്തിട്ടുണ്ട്. അതിൽ ആർട്ടിൻ്റെ സപ്പോർട്ടുണ്ട്, CGയുടെ സപ്പോർട്ടുണ്ട്. പല ഭാഗങ്ങളും പലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ എങ്ങനെയാണ് എല്ലാം ചെയ്തതെന്നുള്ളത് പുറത്ത് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പില്ലാത്തൊരാളാണ്. ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് കുറച്ചെല്ലാം മാജിക്കുകൾ അങ്ങനെ ഒളിപ്പിച്ച് വെക്കണം എന്ന് പറയുന്നത് വൻ മാജിക് ഒന്നുമല്ല. എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളുപരി അത് അങ്ങനെ ചെയ്ത് കാണുക എന്ന് പറയുന്ന സംഭവം, അതിലാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. പിന്നെ ഏകാചിത്രം തിയേറ്ററുകളിൽ ഇനിയും ആളുകളെ കയറ്റിട്ട് അതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്, അതിനിടയിലാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സിനിമ കാണണം. ഈ പറയുന്ന വലിയ ട്വിസ്റ്റോ ടേൺസോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു അധികം ഇതിൻ്റെ പശ്ചാത്തലമൊന്നും ഒരുപാട് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്.